അസ്സലാമു അലൈക്കും. ഫോണിലൂടെ ഉമ്മാക്കി വിളിച്ച് സംസാരിക്കുകയായിരുന്നു വഫയും സനയും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ ഇത്രയും സമയം ഉമ്മയെ പിരിഞ്ഞിരിക്കുന്നത്. ഉമ്മച്ചി, ഞങ്ങളിപ്പോൾ വരൂട്ടോ, വഫ കൊഞ്ചലോട് പറഞ്ഞത് കേട്ട് സാബി ചിരിച്ചു. ഉമ്മച്ചിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ? അത് ഞാൻ ഒറ്റയ്ക്കില്ലല്ലോ മോളെ, ഇവിടെ സൗദത്തെയും കുഞ്ഞാവയൊക്കെ ഇല്ലേ. പിന്നെ എങ്ങനെയാണ് ഉമ്മച്ചി ഒറ്റയ്ക്കാവുന്നത്? എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കോ? അത് ശരിയാ അമ്മച്ചി, അവൾ ചിരിച്ചു. പിന്നെ ഉമ്മച്ചി, ഒരു കാര്യം പറയാനുണ്ട്. വലിയൊരു രഹസ്യം പറയുന്ന പോലെ വഫ ചുറ്റും നോക്കി. മാഷും ടീച്ചറും അപ്പുറത്താണ്, സനയും അവളുടെ കൂടെയാണ്. എന്താണ് മോളെ, എന്താ നിനക്ക് ഇത്ര രഹസ്യമായിട്ട് പറയാനുള്ളത്? അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായതും സാബി ചോദിച്ചു. ലൗഡ് സ്പീക്കറിൽ ആയിരുന്നു സംസാരമെന്നതിനാൽ സൗദയും അത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മച്ചി, പിന്നെ ഇവിടെ ഒരു കുളമുണ്ട് ഉമ്മച്ചി, അതിൽ കുറേ മീനുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ കാണാൻ പോയി. ഇവിടുത്തെ താത്ത ഞങ്ങളെ അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നു. ഞങ്ങളെ കാലിട്ട് കൊടുത്തപ്പോൾ ഞങ്ങളെ കാലിലൊക്കെ ആ മീൻ വന്ന് കടിച്ചു. എന്ത് രസമായിരുന്നു അറിയോ? പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി, ചായയും പൊരിക്കടികളൊക്കെ തിന്നു. നല്ല രസമായിരുന്നു. പിന്നെ പുതിയ ഉടുപ്പുകളും ചെരുപ്പും മാലയൊക്കെ വാങ്ങിട്ടോ. ഇവിടുത്തെ ഉപ്പാപ്പ പറയുന്നതേ നാളെ പോയാൽ മതി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മച്ചിക്ക് പേടിയാവുമെന്ന്. ഉമ്മച്ചി ഒറ്റയ്ക്കാവൂലേ ഞങ്ങൾ വരാതായാലേ? ഉമ്മച്ചിക്ക് ശരിക്കും പേടിയാവൂലേ? അവളൊന്ന് മൂളി. നിനക്കിന്ന് അവിടെ നിൽക്കണോ? വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി. ഉമ്മാമ്മ പറഞ്ഞു മഗ്‌രിബ് നിസ്കരിച്ചാൽ ഉടനെ പോകാമെന്ന്. ഉമ്മ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരും. അപ്പോഴേക്കും സനമോൾ വന്ന് ഫോൺ വാങ്ങി. ഇവിടെ കുറേ പുസ്തകങ്ങളുണ്ട് ഉമ്മ, ഉമ്മച്ചിക്ക് പുസ്തകം കൊണ്ടുവരണോ? അത് കേട്ടതും സാബി അറിയാതെ സൗദയുടെ മുഖത്തേക്ക് നോക്കി. കൊണ്ടുവരാൻ പറ, നമുക്ക് 2 പേർക്കും വായിക്കാലോ. മൊബൈലിൽ ഇങ്ങനെ കുറേ സമയം നോക്കുന്നതൊന്നും നല്ലതല്ല. കുട്ടികൾ ഉറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കാം, ഞാൻ പറയാം. സൗദ പറഞ്ഞത് കേട്ട് സാബി തലയാട്ടി. ഏതൊക്കെ പുസ്തകങ്ങൾ വേണമെന്നത് സൗദ തന്നെയാണ് പറഞ്ഞത്. ആ പറയുന്നത് മനസ്സിലാവാത്തതിനാൽ സനമോൾ വേഗം ഫോൺ മാഷിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. മാഷ പറയുന്നത് മുഴുവൻ കേട്ടു. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ കുറേ പുസ്തകങ്ങൾ എടുത്തു. അയാൾ തന്നെയാണ് അത് കാറിൽ കൊണ്ടുപോയി വെച്ചത്. സൗദ നന്നായി പുസ്തകം വായിക്കുമെന്ന് അയാൾക്കറിയാം. മാഷും ടീച്ചറും നല്ല വായനക്കാരാണ്. പുതിയ പുസ്തകങ്ങളെല്ലാം ലൈബ്രറിയിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന് അവർ വായിക്കാറുണ്ട്. നല്ലതുപോലെ ഇഷ്ടമായാൽ മാത്രം ആ പുസ്തകങ്ങൾ പിന്നീട് പണം കൊടുത്ത് വാങ്ങും. അങ്ങനെ കുറേയേറെ പുസ്തകങ്ങൾ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ സമയമായിരുന്നു. ബാങ്ക് കൊടുത്തതും മാഷ് അടുത്തുള്ള പള്ളിയിലേക്ക് പോയി. ടീച്ചർ വീട്ടിൽ നിന്നും നിസ്കരിച്ചു. പിന്നെ അവർ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു. ഇഷ വിളിക്കുന്നതിൻ്റെ മുമ്പായി അവൾ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സാബിയും സൗദയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അവരെ അവിടെയാക്കി മാഷ് തിരിച്ചു പോയി. ഇനി അയാൾ നാളെ വരൂ. സാബി അവർ കൊണ്ടുവന്ന പുസ്തകങ്ങൾ പരിശോധിച്ചു. അതിലൊന്നുപോലും അവൾ വായിച്ചിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം ഇഷ്ടം പോലെ വായിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ ജമാല് 1-2 പുസ്തകങ്ങൾ കൊണ്ടു കൊടുത്തിരുന്നു. അതും വായിച്ചിട്ടുണ്ട്. പിന്നീട് പത്രം പോലും ശരിക്കും വായിക്കാൻ പറ്റിയിട്ടില്ല. അവളുടെ നിർബന്ധപ്രകാരം ജമാൽ ആദ്യം പത്രത്തിന് ഓർഡറൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ അതൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് നബീസ് അത് നിർത്തിച്ചു. പിന്നീട് ലൈലയുടെ വീട്ടിലേക്ക് വരുന്ന പത്രമാണ് സാബി എപ്പോഴെങ്കിലും വായിക്കാറ്. 20 പുസ്തകങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അവൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു. ഞാനിത് അങ്ങോട്ട് കൊണ്ടുപോവട്ടെ? അവൾ ചോദിച്ചത് കേട്ട് സൗദ ചിരിയോടെ അവളെ നോക്കി. നീ ഇത് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, എനിക്ക് ഒരെണ്ണം മാത്രം ഇവിടെ വെച്ചാൽ മതി. അത് വായിച്ചു തീരുമ്പോൾ ഞാൻ അടുത്തത് വാങ്ങിക്കോളാം. ഇവിടെ കുറേ അതിഥികൾ വരും. ഇതിൽ വായിക്കുന്നവർ ഇഷ്ടം പോലെ കാണും. പുസ്തകം കിട്ടിയാൽ ആരും വിടില്ല. എല്ലാം ഉപ്പാൻ്റെ പുസ്തകങ്ങളാണല്ലോ. അത് കൈവിട്ട് കൊടുക്കുന്നത് ഉപ്പാക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. സാബി പതിയെ തലയാട്ടി. സൗദ ഒരു പുസ്തകം എടുത്തു വെച്ചു. ബാക്കി പുസ്തകങ്ങൾ പെട്ടിയോടെ സാബി അവളുടെ റൂമിൽ കൊണ്ടുപോയി. നേരത്തെ എടുത്ത പുസ്തകം അവൾ കയ്യിൽ കരുതിയിരുന്നു. കുട്ടികൾ 2 പേരും നല്ല ഉത്സാഹത്തിലായിരുന്നു. അവിടെ നിന്നും വയറ് നിറയെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് 2 പേരും കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കാതെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടു. സാബി വേഗം അങ്ങോട്ട് ചെന്നു. ഉച്ചയ്ക്ക് 2 കുഞ്ഞുങ്ങൾക്കും അല്പം ചൂടുണ്ടായിരുന്നു. ഡോക്ടർ വന്ന് മരുന്ന് കൊടുത്തതിന് ശേഷം അത് കുറഞ്ഞിട്ടുണ്ട്.
അവർ രണ്ടുപേരെയും മുലയൂട്ടി. ഒരാൾ വേഗം ഉറങ്ങി, മറ്റൊരാൾ താമസിച്ചാണ് ഉറങ്ങിയത്. രണ്ടുപേരും ഉറങ്ങിയെന്ന് കണ്ടതോടെ സാബി തിരിച്ചു മുറിയിലേക്ക് തന്നെ പോയി. കുട്ടികൾ കരയാണെങ്കിലേ ഫോണിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് അവൾ പോയത്. സൗദ അതിന് തലയാട്ടി. സാബി നേരത്തെ മാറ്റിവെച്ചിരുന്ന പുസ്തകമെടുത്തു. പിന്നെ അത് വായിക്കാൻ തുടങ്ങി. ഏറെക്കാലത്തിന് ശേഷം അവൾക്ക് ഏറെ ഇഷ്ടമുള്ള വായനക്കായി കുറേ പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു. ഏകദേശം 100 പേജുകളോളം അവൾ ഒറ്റയടിക്ക് വായിച്ചു തീർത്തു. അതൊരു ഇംഗ്ലീഷ് നോവലാണ്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാണ്. നല്ല രസമുണ്ടായിരുന്നു വായിക്കാൻ. 300 പേജുള്ള ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. മൊബൈലിൽ സമയം നോക്കിയപ്പോൾ 2 മണിയായി എന്ന് കണ്ടു. നല്ല തണുപ്പുള്ളത് കൊണ്ട് അവൾ ഫാനിൻ്റെ കാറ്റ് കുറച്ചു. സനയും വഫയും നല്ലതുപോലെ ഉറങ്ങുകയാണ്. അവൾ കുറച്ചു നേരം അവരെ നോക്കി നിന്നു. പാവം എൻ്റെ മക്കൾ, ഇപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഇവിടെ വന്നതിൻ്റെ ശേഷം എൻ്റെ മക്കൾ നല്ല സന്തോഷത്തോടെ ജീവിക്കണത്. അവിടെ വീട്ടിലായപ്പോൾ ഉമ്മ ഒരു സുഖവും കൊടുക്കില്ലായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ്, എൻ്റെ മക്കൾക്ക് കുറച്ച് ദിവസമാണെങ്കിലും സന്തോഷിക്കാനുള്ള വഴി നീ ഒരുക്കി കൊടുത്തല്ലോ. അവൾ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ ബാത്റൂമിൽ പോയി വന്നു. കിടന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ലോകപ്രശസ്തയായ ഒരു സ്ത്രീയുടെ കഥയാണ് അവൾ വായിച്ചത്. തന്നേക്കാൾ കഠിനമായിരുന്നു അവൾക്ക് ജീവിതം. ഒരാളും സഹായിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ആളുകൾ വേസ്റ്റ് ബോക്സിൽ കളയുന്ന മാലിന്യങ്ങളിൽ നിന്നും പാതി കഴിച്ച ഉപേക്ഷിച്ച ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിച്ച അവരുടെ ബാല്യവും കൗമാരവും ശരിക്കും അവളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. പിന്നീട് ആ സ്ത്രീ സ്വപ്രയത്നത്തിലൂടെ വളർന്ന് ആ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംരംഭകയായി മാറി. അതിലെ ഏറ്റവും അവസാനം കൊടുത്തിരുന്ന വാചകമാണ് സാബിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. അത് ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയ പാഠം നമ്മളുടെ ഭാവി നിർണ്ണയിക്കുന്നതാണ് നമ്മൾ തന്നെയാണ് എന്നതാണ്. ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും പണ്ട് ഞാൻ തളർന്നു പോകുമായിരുന്നു. എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന വിശ്വാസമായിരുന്നു അതിൻ്റെ പിറകിൽ. പിന്നീട് ഞാൻ തന്നെ വിശ്വസിക്കാൻ പഠിച്ചു. നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം പോലും നടത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കാൻ തുടങ്ങി. ഞാൻ സ്വന്തമായി തുടങ്ങിയ ആദ്യത്തെ 3 ചെറിയ ബിസിനസ്സുകളും 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ തകർന്നു പോയി. മാനസികമായി വളരെയധികം തകർന്ന ദിവസങ്ങളായിരുന്നു അത്. എന്നാൽ തകർന്നു പോയ എൻ്റെ 3 ബിസിനസ്സുകളും എനിക്ക് സമ്മാനിച്ചത് വലിയൊരു പാഠമായിരുന്നു. അങ്ങനെയാണ് ഞാൻ തോറ്റുപോയത് എന്ന് ഞാൻ മനസ്സിലാക്കി. 4ാമത്തെ ബിസിനസ്സിൽ ഞാൻ എൻ്റെ തെറ്റുകൾ മുഴുവൻ തിരുത്തി. അതൊരു സാൻഡ്വിച്ച് കച്ചവടമായിരുന്നു. ആളുകൾ മുഴുവൻ അത് കഴിക്കുന്നവരായിട്ടും ആദ്യത്തെ മാസം എനിക്ക് വലിയ കച്ചവടമൊന്നും ലഭിച്ചില്ല. എങ്കിലും പട്ടിണി കൂടാതെ ജീവിക്കാമെന്ന സ്ഥിതിയിലെത്തി. പലരും എന്നോട് വില കൂട്ടാനും വില കൂട്ടിയില്ലെങ്കിൽ ക്വാളിറ്റി കുറക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഞാനത് ചെയ്തില്ല. സാവധാനം ആ തെരുവിലെ ഏറ്റവും മികച്ച സാൻഡ്വിച്ച് എൻ്റേതാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. വിലക്കുറവിൽ കൊടുക്കുന്നത് കൊണ്ട് അത് വാങ്ങാൻ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് ആളുകൾ വന്നു തുടങ്ങി. അതോടെ എൻ്റെ കച്ചവടത്തിനടുത്ത് മറ്റു പല കച്ചവടങ്ങളും വന്നു തുടങ്ങി. അവിടം ജനനിബിഡമായി. നമ്മൾ ചെയ്യാനുള്ളത് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇതല്ലാതെ മറ്റൊരു വിജയപാഠവും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനില്ല. ആ പുസ്തകത്തിലെ വരികൾ സാബി മനസ്സിലിങ്ങനെ ഓർത്തു. ജോലിയേക്കാൾ നല്ലത് എന്തെങ്കിലും ചെറു ബിസിനസ്സുകളാണെന്ന് അവൾക്ക് ആദ്യമായി തോന്നി. എന്ത് ബിസിനസ് ചെയ്യുമെന്നായിരുന്നു അവൾ ആദ്യം ചിന്തിച്ചത്. ആ സമയത്തും അവളുടെ മനസ്സിലേക്ക് ഓരോരോ ചിന്തകളായി കടന്നു വന്നു. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഈവനിങ് കോഫി ഷോപ്പുകളെക്കുറിച്ചായിരുന്നു അവൾ ആദ്യം ചിന്തിച്ചത്. 10 രൂപയ്ക്ക് ചായയും 10 രൂപയ്ക്ക് കടിയും കൊടുത്താൽ നല്ല ബിസിനസ് കിട്ടുമെന്ന് അവൾക്ക് തോന്നി. അവളുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണത്തിനും നാട്ടിൽ നല്ല ഡിമാൻഡാണ്. 5 രൂപ ചിലവിലൊക്കെ ചായ ഉണ്ടാക്കാൻ കഴിയും. 10 രൂപയ്ക്ക് കൊടുക്കുന്ന കടികൾ 5-6 രൂപയ്ക്ക് ഉണ്ടാക്കാനും കഴിയും. അങ്ങനെയാണെങ്കിൽ 1000 രൂപയുടെ കച്ചവടം നടന്നാൽ അതിൽ 400 രൂപയോളം ലാഭം കിട്ടും. പല വീട്ടുകാരും വൈകുന്നേരം കടി വാങ്ങുന്നത് അവൾക്കറിയാം. അവിടെ വാങ്ങാറില്ലെങ്കിലും ലൈലത്തെയും ശനിയിലത്തെയും ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങാറുണ്ട്. പക്ഷേ അതിന് നല്ല ചിലവ് വരും. വൈകുന്നേരങ്ങളിലാണ് കച്ചവടം നടക്കുക. മഗ്‌രിബ് ഇശാക്കിടയിൽ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്നത് ആലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. ഒരു ഷെഡ് കെട്ടണമെങ്കിൽ തന്നെ നല്ല പണം ചിലവാകും. കയ്യിലുള്ള സ്വർണം എടുത്താലൊന്നും അത്രയൊന്നും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്നായിരുന്നു പിന്നെ അവൾ ചിന്തിച്ചത്. ടൈലറിങ് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് അങ്ങനെ കൂടുതലായി അറിയില്ല. തനിക്ക് കാര്യമായി വഴങ്ങുന്നത് പാചകം തന്നെയാണ്. താൻ ഉണ്ടാക്കുന്നതെന്നും നല്ല രുചിയാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്.
പാചകപരമായി എന്തെങ്കിലും ചെയ്യാമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അന്ന് അവൾ സമാധാനമായി കിടന്നുറങ്ങിയത്. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.